എൽദോസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊന്നും ഉണ്ടായില്ല. എൽദോസ് തന്നെ പല ഘട്ടത്തിലും പറഞ്ഞല്ലോ, ഞാൻ UDF പുതിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ പേരുൾപ്പെടെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, മനോജിന് വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായി എൽദോസ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയ്ക്ക് വേണ്ടി തുടങ്ങി വെച്ച വികസനം പൂർത്തീകരിക്കാനും എൽദോസ് തുടങ്ങി വെക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് വികസന പദ്ധതികൾ, അതിൻ്റെ പാതിയിൽ നിൽക്കുന്ന വികസന പദ്ധതികൾ ഉൾപ്പെടെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പെരുമ്പാവൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുള്ളത്. പെരുമ്പാവൂര് UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. സ്വാഭാവികമായും ഇവിടെ നിന്ന് ഒരാൾ അപ്പുറത്ത് പോയി മത്സരിക്കുമ്പോൾ UDFന്റെ ക്യാമ്പിൽ ഒരു ആശങ്കയുമില്ല. കാരണം ഇവിടെ നിന്ന് അക്കരപ്പച്ച തേടി പോയ ഒരാൾ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ആ ആളെ ജനം സ്വീകരിക്കുമെന്നില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെ തള്ളിക്കളയുന്ന ഒരു പാരമ്പര്യമാണ് പെരുമ്പാവൂരുള്ളത്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്. ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു 3 പതിറ്റാണ്ടിലേറെക്കാലമായി വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തോടൊപ്പം നടത്തിയിട്ടുള്ള അനുഭവ സമ്പത്ത് പെരുമ്പാവൂരും മുക്കിലും മൂലയിലും എനിക്കുള്ള ഒരു ആത്മബന്ധം, വളരെ ചെറുപ്പക്കാരായിട്ടാണെങ്കിലും രക്ഷകർത്താക്കളായിട്ടാണെങ്കിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടുള്ള ബന്ധം എനിക്ക് വലിയ വിജയം ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2020 കഴിഞ്ഞ തവണയും മത്സരരംഗത്തുണ്ടായിരുന്നു. അവർ കുറേ വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ തവണ. UDFന്റെ വിജയത്തെ അത് ബാധിച്ചിട്ടില്ല. ഈ തവണ അത്ര കൂടി ബാധില്ല. കാരണം 2020 NDA സഖ്യത്തിൻ്റെ ഭാഗമായതോടുകൂടി കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ ആ ഒരു തനിനിറം ബോധ്യപ്പെട്ട് തിരിച്ച് UDFലേക്ക് വരും. ആ പോയ വോട്ടുകളെല്ലാം UDFന് അനുകൂലമായി മാറുമെന്നുള്ള ഒരു വലിയ വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം. ഞാൻ ആദ്യമായി മത്സരിക്കുന്ന ഒരു നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയാണ് മനോജ് മൂത്തേടൻ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. വലിയ പ്രതീക്ഷയുണ്ട്, ശുഭപ്രതീക്ഷയിൽ തന്നെയാണത്. UDFന്റെ ഉറച്ച മണ്ഡലമാണ് പെരുമ്പാവൂർ, അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.